ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലൻജോ ജോഷി. കൂട്ടുകാർക്ക് അലൻജോ അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നാം മൗര്യൻ ഭരണ സമ്പ്രദായത്തെ കുറിച്ചും മൗര്യാനന്തര കാലത്തെ രാജ്യത്വവും അധികാരവും എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. മൗര്യൻ ഭരണ സമ്പ്രദായം. 1. കേന്ദ്രഭരണം. മൗര്യ ഭരണത്തിന്റെ കേന്ദ്രബിന്ദു രാജാവായിരുന്നു. രാഷ്ട്രത്തിന്റെ പരമാധികാരിയായിരുന്നു രാജാവ്. സൈനികവും നീതിന്യായപരവുമായ ചുമതലകൾ രാജാവ് നിയന്ത്രിച്ചിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിനെ സഹായിക്കാൻ മന്ത്രിപരിഷത്ത് എന്ന ഉപദേശക സമിതി ഉണ്ടായിരുന്നു. വിപുലമായ ഒരു ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടായിരുന്നു. പ്രവിശ്യാ ഭരണം. സാമ്രാജ്യത്തെ വിവിധ പ്രവിശ്യകളായി വിഭജിച്ചു. ഉജ്ജയിൻ, തക്ഷശില, സ്വർണഗിരി, തൊസാലി. പ്രവിശ്യകളുടെ ഭരണത്തലവൻ ഗവർണർ. പ്രവിശ്യകളെ ജില്ലകളായി വിഭജിച്ചു. ജില്ലകളുടെ ഭരണത്തലവൻ സ്ഥാനികൻ. ജില്ലകളെ ഗ്രാമങ്ങളായി വിഭജിച്ചിരുന്നു. ഗ്രാമങ്ങളുടെ ഭരണത്തലവൻ ഗ്രാമികൻ. നഗരഭരണം. നഗരത്തിന്റെ ഭരണത്തലവൻ നഗരകൻ എന്നറിയപ്പെട്ടു. തലസ്ഥാന നഗരമായ പാടലിപുത്രത്തിന്റെ ഭരണം 5 അംഗങ്ങൾ വീതമുള്ള 6 ഭരണസമിതികൾ ചേർന്ന് നിർവഹിച്ചു. 1-ാം സമിതി വിദേശികളുടെ പരിരക്ഷ. 2-ാം സമിതി ജനനമരണ രജിസ്ട്രേഷൻ. 3-ാം സമിതി വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾ. 4-ാം സമിതി അളവുതൂക്കങ്ങളുടെ നിയന്ത്രണം. 5-ാം സമിതി നികുതി പിരിവ്. 6-ാം സമിതി പൊതുശുചിത്വ നിലവാരം പരിശോധിക്കൽ. സൈനിക ഭരണം. ശക്തവും സുസംഘടിതവുമായ സൈന്യം. 30 അംഗങ്ങളുള്ള ഒരു സമിതിയാണ് ഭരണം നിർവഹിച്ചത്. സൈനിക സമിതി 6 ഉപസമിതികൾ ചേർന്നതായിരുന്നു. 1-ാം ഉപസമിതി ഏൽപ്പിച്ചകാര്യം കാൽപ്പടയുടെ മേൽനോട്ടം. 2-ാം ഉപസമിതിയെ ഏൽപ്പിച്ചകാര്യം കുതിരപ്പടയുടെ മേൽനോട്ടം. 3-ാം ഉപസമിതിയെ ഏൽപ്പിച്ചകാര്യം ഗജസേനയുടെ മേൽനോട്ടം. 4-ാം ഉപസമിതിയെ ഏൽപ്പിച്ചകാര്യം രഥവ്യൂഹത്തിന്റെ മേൽനോട്ടം. 5-ാം ഉപസമിതിയെ ഏൽപ്പിച്ചകാര്യം നാവികസേനയുടെ മേൽനോട്ടം. 6-ാം ഉപസമിതിയെ ഏൽപ്പിച്ചകാര്യം യുദ്ധഗതാഗത മേൽനോട്ടം. 5. റവന്യൂ ഭരണം. ഭൂനികുതിയായിരുന്നു പ്രധാന വരുമാന മാർഗം. നികുതി പിരിവിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ സമാഹർത്താവ് എന്നറിയപ്പെട്ടു. വനം, ഖനി എന്നിവിടങ്ങളിൽ നിന്നുള്ള വരുമാന മാർഗങ്ങൾ. ജലസേചന നികുതി. വ്യാപാര ഉൽപ്പന്ന നികുതി. വിൽപ്പന നികുതി. കടത്ത് നികുതി. മേച്ചിൽ നികുതി. ലൈസൻസ് നികുതി. രഹസ്യാന്വേഷണ സമ്പ്രദായം. കാര്യക്ഷമമായ ഒരു രഹസ്യാന്വേഷണ വിഭാഗം പ്രവർത്തിച്ചിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിയോഗിക്കപ്പെട്ടിരുന്നു. രാജ്യാന്തരവും ആഭ്യന്തരവുമായ കാര്യങ്ങൾ രഹസ്യമായി രാജാവിനെ അറിയിച്ചിരുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിച്ചിരുന്നു. നീതിന്യായ ഭരണം. രാജാവായിരുന്നു രാജ്യത്തിന്റെ പരമാധികാര കോടതി. പലതരം കോടതികൾ നിലനിന്നിരുന്നു. ധർമ്മസ്ഥീയം, കണ്ടശോധന തുടങ്ങിയവ. കുറ്റകൃത്യങ്ങൾക്ക് കഠിന ശിക്ഷകൾ നൽകിയിരുന്നു. പിഴ, തടവ് ശിക്ഷ, ശാരീരിക പീഡനം, അംഗച്ഛേദം, വധശിക്ഷ. മൗര്യാനന്തര കാലം. രാജ്യത്വവും അധികാരവും. ഇന്ത്യയിൽ രാഷ്ട്രീയ അസ്ഥിരത സംജാതമായി. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് അധികാരം സ്ഥാപിച്ചവർ ഗ്രീക്കുകാർ, ശാകന്മാർ, പാർത്ഥിയന്മാർ, കുഷാണന്മാർ. ഗംഗാ സമതല പ്രദേശങ്ങളിൽ അധികാരം സ്ഥാപിച്ചവർ കണ്വന്മാർ, സുങ്കന്മാർ. ഒറീസയിൽ അധികാരം സ്ഥാപിച്ചവർ ചേതി രാജവംശം. ഡക്കാൻ പ്രദേശങ്ങളിൽ അധികാരം സ്ഥാപിച്ചവർ ശതവാഹനന്മാർ. ദക്ഷിണേന്ത്യയിൽ അധികാരം സ്ഥാപിച്ചവർ ചേരന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ. ദക്ഷിണേന്ത്യയിലെ മൂപ്പൻ വാഴ്ചകൾ. ശക്തരായ പ്രാദേശിക മുഖ്യന്മാർ വളർന്നു വന്നു. ഇവർക്ക് ബന്ധുജനങ്ങളുടെ പിന്തുണ ലഭിച്ചിരുന്നു. മുഖ്യന്മാർക്ക് സ്ഥിര സൈന്യം ഇല്ലായിരുന്നു. മുഖ്യന്മാർ സമ്മാനങ്ങളും പാരിതോഷികങ്ങളും സ്വീകരിച്ചിരുന്നു. രാജാക്കന്മാർ ഉന്നത പദവി അവകാശപ്പെട്ട മാർഗങ്ങൾ. ദൈവങ്ങളുടെ പ്രതിപുരുഷന്മാരെന്ന് അവകാശപ്പെട്ടു. ഭീമാകാരങ്ങളായ സ്വന്തം പ്രതിമകൾ നിർമ്മിച്ചു. പേരിനൊപ്പം വിശേഷണങ്ങൾ ചേർത്തു. ഉദാഹരണം ദേവപുത്ര. വലിയ യാഗങ്ങൾ നടത്തി. ഉദാഹരണം അശ്വമേധയാഗം. പ്രശസ്തികൾ രചിച്ചു. ഉദാഹരണം പ്രയാഗ് പ്രശസ്തി. രാജാക്കന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് കവികൾ തയ്യാറാക്കിയ ശിലാലിഖിതങ്ങളാണ് പ്രശസ്തികൾ.
സമുദ്രഗുപ്തനെ കുറിച്ച് ആസ്ഥാന കവി ഹരിസേനൻ സംസ്കൃത ഭാഷയിൽ രചിച്ച പ്രയാഗ് പ്രശസ്തി ഏറെ ശ്രദ്ധേയമാണ്. രാജാക്കന്മാരുടെ ചിത്രങ്ങൾ മുദ്രണം ചെയ്ത നാണയങ്ങൾ പുറത്തിറക്കി. താങ്ക് യു.